നമസ്കാരം. എസ് ടി വിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ അതിഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഒരു പ്രത്യേക അതിഥിയായി പങ്കെടുക്കുന്നത് ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ സ്റ്റേഷൻ മാനേജർ ശ്രീ കെ ശശിധർ ആണ്. 37 വർഷത്തെ ഔദ്യോഗിക സേവനത്തിന് ശേഷം റെയിൽവേയിലൂടെ വിട പറയുന്ന കെ ശശിധറിന് പറയാൻ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്, വിശേഷങ്ങളുണ്ട്. ചുവപ്പും പച്ചയും കലർന്ന ആ അനുഭവങ്ങളിലൂടെ ഒരു സംസാരമാണ് ഇന്നത്തെ ഈ പ്രത്യേക അതിഥി. ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞങ്ങൾക്കൊരു പ്രത്യേക അതിഥിയാണ്. റെയിൽവേ ഒരു ഉന്നത തസ്തികയിൽ ജോലി ചെയ്യുന്ന ഷൊർണൂരിൻ്റെ പ്രിയപ്പെട്ട റെയിൽവേയിൽ 37 വർഷത്തെ സേവനം അടയാളപ്പെടുത്തിയ ഒരു വ്യക്തി ശ്രീ കെ ശശിധർ എന്ന് പറയുന്ന നാമധാരി നാളെ 2 ദിവസത്തിനകം നമ്മുടെ ഔദ്യോഗിക ജീവിതത്തോട് നമ്മൾ വിടവാങ്ങിയാണ്. ഒരു 37 വർഷത്തെ ഓർമ്മകൾ ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷൻ, തീവണ്ടി, പച്ച, ചുവപ്പ്, അല്ലേ, അങ്ങനെ നിറങ്ങൾ, തിരക്കേറിയ ജീവിതം. എങ്ങനെ ഓർത്തെടുക്കുന്നു റെയിൽവേക്ക് ആദ്യമായി നമ്മളൊരു രംഗപ്രവേശം ചെയ്ത ഒരു കാലഘട്ടം, സ്റ്റേഷൻ മാസ്റ്ററായിട്ടുള്ള തുടക്കം. ഒരുപക്ഷെ ഈ അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഓർമ്മകളുണ്ടായിരിക്കും. എങ്ങനെ എങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ വലിയ ഓർമ്മകളെ ഒന്ന് പ്രേക്ഷകർക്കായിട്ട്, നമ്മുടെ സഹപ്രവർത്തകർക്കായിട്ട്, സുഹൃത്തുക്കൾക്കായിട്ട് ശശിയേട്ടൻ ഒന്ന് ഓർത്തെടുത്താൽ. റെയിൽവേ ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 102 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. കാരണം എൻ്റെ അച്ഛൻ റെയിൽവേയിലായിരുന്നു, സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ റെയിൽവേയിലായിരുന്നു, അതിനുശേഷം ഞാൻ. അതുകൊണ്ട് റെയിൽവേ എനിക്കൊരു എന്താ പറയുക, പുതിയ കുടുംബമാണ്. ഞാൻ പറയും, എല്ലാത്തിലും പറയും, എൻ്റെ ബ്ലഡിൽ റെയിൽവേ ചോരയാണ്. ഇതൊരു ജോലിയല്ല, ശരിക്കും ഒരു പാഷനാണ് എനിക്ക്. അതുകൊണ്ട് പിന്നെ ജോലി കിട്ടി, എനിക്ക് ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടിയത് വെസ്റ്റേൺ റെയിൽവേയിലാണ്. അന്ന് ഞങ്ങൾ ഷൊർണൂരാണ് താമസം. എന്നെ പറഞ്ഞേക്കാൻ അന്നൊരു 100 ചില്ലറ ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു. അതെ, അന്നത്തെ യാത്രയപ്പിന് വൈകാരിക തീവ്രത ഭയങ്കരമായിരുന്നു. പ്രത്യേകിച്ചും ഗുജറാത്ത് ഉത്തരേൻ. അന്ന് ഇവിടുന്ന് ഒരു ആ ട്രെയിനിൽ കയറ്റിയൊക്കെ 100 ചില്ലറ ആൾക്കാർ, എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും. പക്ഷേ മനസ്സിലിപ്പോഴും നിറം മങ്ങി. തീർച്ചയായിട്ടും അത് വലിയൊരു ഓർമ്മയാണ്. അങ്ങനെ വെസ്റ്റേൺ റെയിൽവേയിൽ പോയി ഉദയ്പൂർ എന്ന് പറഞ്ഞ രാജസ്ഥാനിലായിരുന്നു ട്രെയിനിങ്. അത് കഴിഞ്ഞ് ഗോദ്ര കേട്ടിട്ടുണ്ടാവും, അവിടെയായിരുന്നു എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. ഒരു കൊല്ലത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ എനിക്ക് സദേൺ റെയിൽവേയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി, ഇന്റർ റെയിൽവേ ട്രാൻസ്ഫർ. സദേൺ റെയിൽവേ കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് പോസ്റ്റിങ് ബാംഗ്ലൂരിലാണ്, ബാംഗ്ലൂർ ഡിവിഷൻ. അവിടെയും വൈറ്റ് ഫീൽഡ്, പച്ചൂർ, അങ്ങനെ 2-3 സ്റ്റേഷനിൽ ഒരു 2 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് സ്വന്തം ഡിവിഷനായി പാലക്കാട് ഡിവിഷനിൽ കിട്ടിയത്. പാലക്കാട് ഡിവിഷനിൽ ഞാനൊരു 8 കൊല്ലത്തോളം തമിഴ്നാട്ടിലായിരുന്നു. ഈരോടിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, കാവേരിയുടെ തീരങ്ങളിലൊക്കെ ആയിരുന്നു. നല്ല 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 ഭംഗിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, പാസൂർ, കൊടുമുടി, കാവേരിയുടെ തീരം. അതെ. അതിനുശേഷം 98-ലാണ് എനിക്ക് നമ്മുടെ കേരളത്തിലേക്ക് ഈ ഷൊർണൂർ തന്നെ കിട്ടി. എൻ്റെ സ്വന്തം തട്ടകമായ ഷൊർണൂർ തന്നെ. പിന്നെ ഇവിടെ ഞാൻ 6 കൊല്ലത്തോളം അന്ന് വർക്ക് ചെയ്തു. അന്ന് പഴയ സിസ്റ്റമാണ് ഇവിടെ, ഇപ്പോഴത്തെ സിസ്റ്റം അല്ല. ഈ ക്യാബിൻ സിസ്റ്റം. അതെ, ഇപ്പോൾ RRI ഇന്റർലോക്കിംഗ്, റൂട്ട് റിലേ ഇന്റർലോക്കിംഗ്. അന്ന് പഴയ ക്യാബിൻ സിസ്റ്റമാണ്, ഈ ലിവർ സിസ്റ്റം. റിസ്കിയാണ്, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം, അതിൻ്റെ വേറൊരു ലിവർമാൻ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ എൻ്റെ കൂട്ടുകാരും എൻ്റെ സീനിയേഴ്സും കോളനിയിലുള്ള ആൾക്കാരായിരുന്നു. നല്ല രസകരമായ ഒരു അനുഭവമാണ് അതൊക്കെ. അങ്ങനെ ഒരു 6 കൊല്ലത്തോളം ഇവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ സെറ്റിൽ ചെയ്തു. വളാഞ്ചേരിയാണ് സെറ്റിൽ ചെയ്തത്. വൈഫ് അവിടെ ടീച്ചറാണ്. പിന്നെ നമ്മുടെ ജോലി ഇങ്ങനെയാണല്ലോ, 3 കൊല്ലം 4 കൊല്ലം കൂടുമ്പോൾ ട്രാൻസ്ഫർ ആകും. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ അവിടെ സെറ്റിലായി. പിന്നെ എൻ്റെ സർവീസൊക്കെ തിരുനാവായ, വള്ളിപ്പുറം, കുറ്റിപ്പുറം, തിരൂർ ഏരിയയിലായിരുന്നു. അതിന് ശേഷം പിന്നെ പ്രൊമോഷൻ കിട്ടി മംഗലാപുരത്ത് പോയി. മംഗലാപുരത്ത് നിന്ന് വീണ്ടും തിരുനാവായ വന്നു.
തിരുനാവായിൽ നിന്ന് പിന്നെ ഞാൻ ഷൊർണൂർ വന്നു. അപ്പോൾ നമ്മുടെ ആദ്യവും സത്യം പറഞ്ഞാൽ ആദ്യവും അവസാനം ഷൊർണൂരാണെന്ന് പറയാം. അതൊരു നിയോഗമാണ്. അത് നിയോഗമാണ്. അത് വലിയൊരു ചാരിതാർത്ഥ്യമുള്ളൊരു സംഗതി കൂടിയാണ്. ഈ ശരിക്കും റിട്ടയർമെൻറ്റ് സർവീസിൽ റിട്ടയർമെൻറ്റ് ഷൊർണൂരിൽ നിന്ന് വേണം എന്ന് അങ്ങനെയല്ല തീർച്ചയായിട്ടും മനസ്സിനുള്ളിലൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തോ ഇതിൽ നടന്നു. പിന്നെ അതിൽ നമ്മുടെ എൻ്റെ ഓഫീസർ സീനിയർ ഡിവിഷൻ ഓപ്പറേഷൻ മാനേജറാണ്. അദ്ദേഹത്തിനോട് കടപ്പാടുണ്ട് അതോടെ. കാരണം സ്വന്തം നാട്ടിൽ നിന്ന് പിരിയാന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന അറിയാലോ, അത്രയും ജോലി, ഒരുപക്ഷെ നമ്മുടെ സാങ്കേതികത, അതിൻ്റെ റിസ്ക്, ടെൻഷൻ, കാരണം ഒരു റെയിൽവേ ഗതാഗതത്തെ നിർണ്ണയിക്കുന്ന അത്രയും സാധാരണമായ ജോലിഭാരമുള്ള കോംപ്ലിക്കേറ്റ് ആണ്. എങ്ങനെ ആ ടെൻഷനും നമ്മുടെ എങ്കിലും ശശിധരൻ്റെ മുഖത്ത് ആ ടെൻഷൻ പ്രകടിപ്പിക്കാതെ തന്നെ ഈ ഒരു ജോലി എങ്ങനെ ആസ്വദിച്ച് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഇപ്പോൾ സ്റ്റേഷൻ മാനേജറാണ്. ഷൊർണൂർ പോലെ നാലുപാടും ദിശകളുള്ള റെയിൽവേ ട്രാക്കുള്ള തിരക്കേറിയ ജംഗ്ഷൻ, പ്രതിദിനം 100-ലേറെ തീവണ്ടികൾ, ഇതിൻ്റെയൊക്കെ ട്രാഫിക്കിനെ കൈകാര്യം ചെയ്യുക, ഇവിടുത്തെ ആ എല്ലാ സേഫ്റ്റിയും നമ്മുടെ തലച്ചോറിലും നമ്മുടെ മനസ്സിലും എല്ലാം ഒരു മനുഷ്യന് ഒരുപക്ഷെ അസാധ്യമായ സാങ്കേതികത എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഈ ജോലി എനിക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇതൊരു പാഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നൊരു സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയൊരു, പലരും പറയും ജോലി ഭയങ്കര ബുദ്ധിമുട്ടാണ്, കോംപ്ലിക്കേറ്റ്. ഞാൻ ഇതുവരെ ഈ ജോലിയെ കുറ്റം പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞത്. കാരണം ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നു. കാരണം ഒന്നാമത് നമുക്ക് ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട്, നമ്മളൊരു പബ്ലിക് സെർവൻ്റ് ആണല്ലോ. നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരുപാട് സങ്കീർണതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നമ്മുടെ ഒരു തനതായ ശൈലിയിലും നമുക്ക് സപ്പോർട്ട് കൊണ്ടുപോകും. കാരണം നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് സ്റ്റേഷൻ മാസ്റ്റർ ജോലി പറഞ്ഞാൽ അതൊരു ടീം വർക്കാണ്. ടെക്നിക്കൽ ക്രൂ ആണ്. ടെക്നിക്കൽ ക്രൂവും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും മിനിസ്റ്റീരിയൽ ലെവലിലും എല്ലാവരെയും സഹകരണം ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കോർഡിനേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പണി വളരെ എളുപ്പമാണ്. പിന്നെ യാത്രക്കാരുള്ള നമ്മുടെ അപ്രോച്ച്, ഞാനൊരു യാത്രക്കാരനാണ് നമ്മുടെ കസ്റ്റമർ. അപ്പോൾ റെയിൽവേയിൽ ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ കയറി പറഞ്ഞാൽ പറയും ഹീസ് ഓൾവേസ് റൈറ്റ്, പാസഞ്ചർ ഓൾവേസ് റൈറ്റ്. അവരെന്ത് വിഡ്ഢിത്തരം പറഞ്ഞാലും അതാണ് ശരി. അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അവരെ ബഹുമാനിക്കുക തീർച്ചയായിട്ടും. അവർ നമ്മുടെ കസ്റ്റമറാണല്ലോ, അവരാണ് നമ്മൾ ശരിക്കും അവരെ പബ്ലിക് സർവൻ്റാണ് നമ്മൾ. ആ ഒരു കൺസെപ്റ്റിൽ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, നമ്മളെ സിസ്റ്റം ഫെയിലിയർ, സിഗ്നൽ ഫെയിലിയർ, അങ്ങനത്തെ RRI എന്ന് പറയുന്ന സമ്പ്രദായം കൊടുന്നപ്പോൾ തന്നെ ടെക്നിക്കലി ഇത് ഒന്ന് സക്സസ് ആവാൻ കുറച്ച്. അതെ തീർച്ചയായിട്ടും. അതെന്താണെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ ഉത്തരവാദിത്വം സ്റ്റേഷൻ മാസ്റ്റർക്കാണ്. പണ്ടെന്ന് പറഞ്ഞാൽ 2-3 ചെയ്യുന്ന ജോലി ഇന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഒറ്റയ്ക്ക് ചെയ്യാം. പക്ഷേ അത് കുറച്ച് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അതിൽ ഫെയിലിയേഴ്സ് വളരെ കുറവാണ്. പിന്നെ അതിനുള്ള ടീം ഇവിടെ ഉണ്ട്, സിഗ്നൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ പെട്ടെന്ന് ശരിയാക്കും. പക്ഷേ ഷൊർണൂർ മേലെ സ്റ്റേഷനിലൊക്കെ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ വണ്ടികൾ 4 പുറം നിൽക്കും. ഷൊർണൂരിൻ്റെ ഒരു വലിയ പ്രശ്നം അങ്ങനെയാണ്. ഷൊർണൂരിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ഒരു സിഗ്നലിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ അടുത്ത് തന്നെ ഇവിടെ യാർഡ് മോഡിഫിക്കേഷൻ ഓൾറെഡി സാങ്ഷൻ ആയിട്ടുണ്ടോ, വലിയൊരു മോഡിഫിക്കേഷൻ ഇവിടെ വരാൻ പോകുന്നുണ്ടല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ നമ്മളെ വള്ളത്തോൾ ഭാഗത്തേക്ക് ഡബിൾ ലൈൻ ഇല്ല. അവർ പാലക്കാട് സൈഡും സിംഗിൾ ലൈനാണ്. 1 കിലോമീറ്റർ ദൂരം. യെസ് 1 കിലോമീറ്റർ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബോട്ടിൽ നെക്ക്. അത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളുടെ ഒരു 80% സോൾവ് ആയി. പിന്നെ ഉള്ളത് ഇവിടുത്തെ ഷൊർണൂരിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 1-ാം പ്ലാറ്റ്ഫോം, 2-ാം പ്ലാറ്റ്ഫോം, 3, 4 ഇതെല്ലാം ചെറിയ വണ്ടികളെ പിടിക്കുള്ളൂ. ഈ 14 കോച്ച്, 12 കോച്ച് ലെങ്ത് കൂട്ടണം. 26 കോച്ചുകൾ, 24 കോച്ച്, 26 കോച്ചിൻ്റെ നീളം. അതിപ്പോൾ ഈ പുതിയ പ്രോജക്റ്റിൽ അതൊക്കെ സാങ്ഷൻ ആയിട്ടുണ്ട്. അതിപ്പോൾ തുടങ്ങും, വലിയ താമസമല്ലേ തുടങ്ങും. ഷൊർണൂർക്കാരെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമാണ്. വളരെ തീർച്ചയായിട്ടും ഇപ്പോൾ ഷൊർണൂരിൻ്റെ മോച്ചായി മാറിക്കൊണ്ടിരിക്കും. പദ്ധതി പ്രകാരം ഷൊർണൂർ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈ ഷൊർണൂരിൻ്റെ ഈ ഒരു കാഴ്ച വളരെ സന്തോഷകരമാണ്. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കാണുന്ന ഷൊർണൂരായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോഴുള്ള ഷൊർണൂർ. കരിവണ്ടികളുടെ കാലം അന്നത്തെ കാലം തന്നെയാണ് ഷൊർണൂരിന്റെ ഫ്രണ്ട് സൈഡൊക്കെ അതേമാതിരിയായിരുന്നു. ആരും ഇതുവരെ കൈവയ്ക്കാൻ ധൈര്യപ്പെടാത്തൊരു സംഭവമാണ് ഇപ്പൊ നടന്നത്. ഒരു വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെ പറയാം. ഷൊർണൂരിന് റെയിൽവേ നഗരം എന്നാണ് ഷൊർണൂർ അറിയപ്പെടുന്നത്. അതെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം ഷൊർണൂരിന്റെ
വികസനത്തെ സഹായിക്കും. തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി ഷൊർണൂരിൻ്റെ അഭിവൃദ്ധിക്കും കൂടി അത് കാരണമാവും. കാരണമാവും. കാരണം ഇപ്പോൾ പലരും ഷൊർണൂർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ പാർക്കിംഗ് സ്പേസ് ഇല്ല, ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ പോകേണ്ട ആൾക്കാർ പല വേറെയുള്ള സ്റ്റേഷനിൽ കയറുകയാണ്. അവരൊക്കെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. റവന്യൂ തീർച്ചയായിട്ടും ബാധിക്കും. റെയിൽവേയിലാണെന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് റവന്യൂ ബേസ്ഡ് ആണ്. വരുമാനത്തിനനുസരിച്ച് ഒരു ഷെഡ്യൂൾ ഒരു ലിസ്റ്റ് ഇറക്കിയിരുന്നു. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ ഷൊർണൂർ പുറകിലാണ് നോക്കിയത്. കാരണം ഇത്ര ജംഗ്ഷനാണ്, പേരും പ്രശസ്തിയിലും ഇന്ത്യയിൽ എല്ലാ തരത്തിലും നമുക്ക് പേരുണ്ട്. ഷൊർണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടാത്ത അറിയാത്ത തീർച്ചയായിട്ടും ടൈം ടേബിൾ നമ്മൾ നോക്കിയപ്പോൾ ഷൊർണൂരിന്റെ സ്ഥാനം വളരെ യാത്രക്കാർ കൈയൊഴിഞ്ഞതിന്റെ തീർച്ചയായിട്ടും ആ റവന്യൂ കൂടുന്നതനുസരിച്ചാണ് നമുക്ക് ഫെസിലിറ്റീസ് വരിക. ഇപ്പോൾ ഇവിടെ എസ്കലേറ്റർ ഫെസിലിറ്റിക്കുള്ള വരുമാനമില്ല. അതുകൊണ്ടാണ് അത് ലേറ്റ് ആയി. നമുക്ക് ലിഫ്റ്റിനുള്ള ഫെസിലിറ്റി അതിനുള്ള വരുമാനമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതുമാതിരി സെക്കൻഡ് എൻട്രി അതിപ്പോൾ അതെ അതും കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ പാസഞ്ചേഴ്സ് വരും. അതുമാതിരി ഗുഡ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മളിപ്പോൾ ഒരു പ്രാഥമികമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുണ്ട്. ഗുഡ്സും കൂടെ വന്നു കഴിഞ്ഞാൽ ഷൊർണൂർ നല്ലൊരു കുതിച്ചുചാട്ടമാവും. റവന്യൂസ് വരും. റവന്യൂ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഡെവലപ്മെന്റ് വരും. അപ്പോൾ അമ്യൂണിറ്റീസ് വരും. ഒരുപാട് ഭൂമി അല്ലേ ഷൊർണൂരിനായിട്ട് ഇത്രയും സ്ഥലങ്ങൾ ലഭ്യത. റെയിൽവേന്റെ 50% ഷൊർണൂരിന്റെ ഭൂമി റെയിൽവേന്റെ അടുത്താണ്. അതാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി ഷൊർണൂർ ഒരുപാട് തീർച്ചയായിട്ടും റെയിൽവേ കോളനി ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമാണ്. അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ലാൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂസ് കൂടും. ഗണേശ്വരി വലിയൊരു പ്രദേശം. അതുമാതിരി നമ്മുടെ ടൗൺ ആയാലും ശരി, ടൗണിന്റെ ഒരു സൈഡ് മുഴുവൻ റെയിൽവേ ആണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഈ റോഡ് ഇപ്പൊ അടുത്ത് തന്നെ ഓഗസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ഈ ദിശ മാറ്റം. അപ്പൊ ഇപ്പോഴുള്ള നമ്മുടെ ഈ റോഡ് പാർസൽ ഓഫീസിന് മുന്നിലുള്ള റോഡ് റെയിൽവേക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഒക്കെ എത്ര വേണമെച്ചാൽ ഡെവലപ്പ് ചെയ്യാം. എയർപോർട്ട് മോഡലാക്കി മൾട്ടിപ്ലക്സ് ബിൽഡിംഗ് കൊണ്ടുവരാം, ഹോട്ടൽസ് കൊണ്ടുവരാം, പ്ലാസ കൊണ്ടുവരാം, ഫുഡ് പ്ലാസ കൊണ്ടുവരാം, എന്ത് വേണമെച്ചാൽ കൊണ്ടുവരാം. പക്ഷേ റവന്യൂ വേണം. അപ്പോൾ അത് നമ്മൾ തിരിച്ചു പിടിക്കണം. അതിന് ഈ ഡെവലപ്പ് ചെയ്തെല്ലാം ട്രെയിൻസ് വരും. ട്രെയിൻസ് സ്റ്റോപ്പും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ ഇവിടെ വരും. ഇപ്പോൾ ലിങ്ക് ലൈൻ വഴി ഷൊർണൂരിൽ നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ട്രെയിനുകൾ, ധൻബാദ്, ഇപ്പോൾ അടുത്ത കാലത്ത് ശബരി, അങ്ങനെ നമുക്ക് പ്രധാനപ്പെട്ട ദീർഘദൂര വണ്ടികളൊക്കെ ഷൊർണൂരിൽ വന്ന് ടെക്നിക്കലി എഞ്ചിൻ മാറ്റം, സമയം പോവാന്ന് പറഞ്ഞിട്ട് സാങ്കേതികത നമുക്ക് നേരെ ഭാരതപ്പുഴ വഴി പാലക്കാട് ഭാഗത്തേക്ക് പോയി. ഷൊർണൂരിലെ മലബാറിലെ യാത്രക്കാർക്കൊക്കെ കിട്ടേണ്ടിയ ട്രെയിനായിരുന്നു. അപ്പോൾ ഇത്തരം ട്രെയിനുകളൊക്കെ നമുക്ക് ഷൊർണൂരിന് തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ ഈ ആഡ് സിസ്റ്റം ഡബിൾ ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ല ഇനി അത് തിരിച്ചു എടുത്ത് പോയത് തന്നെ. പക്ഷെ സത്യം പറഞ്ഞാൽ അത് പോയതിൻ്റെ വലിയൊരു നഷ്ടമൊന്നും നമുക്കില്ല. കാരണം അതിനൊക്കെ എല്ലാ ട്രെയിൻസിനും കണക്ഷൻ ട്രെയിൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു വണ്ടി ഇവിടെ വന്ന് തിരിച്ചു പോകും. ഇപ്പോൾ ശബരി ഈ അടുത്ത കാലത്താണ് ശബരി തിരിച്ചു വിട്ടത്. അതിലുള്ള യാത്രക്കാരുടെ ഓരോ ടൈമിങ്സ്, അതിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് അവർക്ക്. ഹ്യൂമൻ അവേഴ്സ്. കാരണം അവരുടെ അരമണിക്കൂർ, ഒരു യാത്രക്കാരൻ്റെ അരമണിക്കൂർ ഇവിടെ വെറുതെ ലോസാവുക. റെയിൽവേക്കും ലോസ്, പാസഞ്ചേഴ്സിനും ലോസ്, എല്ലാവർക്കും ലോസാണ്. അത് അങ്ങനെ പോയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. തീർച്ചയായിട്ടും. കാരണം നമുക്കിപ്പോൾ അതിനൊക്കെ ഒരു ട്രെയിനിൽ അരമണിക്കൂർ വഴി കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ വാല്യൂ അറിയാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു പാലക്കാട് നിന്ന് ഒരാൾ തൃശ്ശൂർക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഈ ഷൊർണൂർ വന്നിട്ട് അരമണിക്കൂർ 40 മിനിറ്റ് കിടക്കും. ഇവിടുത്തെ വെച്ചാൽ ഈ സിഗ്നലിംഗ് സിസ്റ്റം കാരണം വണ്ടികൾ വിചാരിച്ച മരുന്ന് പോവില്ല. മിനിമം അരമണിക്കൂർ എടുക്കും. ആ ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂവലായിട്ടും ശരി, ഹ്യൂമൻ അവേഴ്സായും ശരി, അത് ഹെവി ലോസാണ്. ഇത് സത്യം പറഞ്ഞ ഒരു വിൻ ഗെയിമാണ്. വെള്ളത്തോന്ന സ്റ്റേഷൻ കടക്കുമ്പോഴേ നമ്മുടെ ട്രാഫിക് ജാം കോംപ്ലിക്കേഷൻ. വന്ദേ ഭാരത് ഉൾപ്പെടെ വന്ദേ ഭാരത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഫേസ് ചെയ്ത ഒരു സ്ഥലത്ത് മാത്രമാണ് അവരൊന്ന് ഇവിടെ നമ്മളെ റെസ്പെക്ട് ചെയ്യാണ്ട് വന്ദേ ഭാരതിന് കടന്നു പോകാൻ പറ്റില്ല. 109-110 കിലോമീറ്ററിലൊക്കെ. പക്ഷെ വള്ളത്തൊന്നാൾ കഴിഞ്ഞോടുകൂടി വണ്ടി നല്ല അതാണ് ഈ 2 കിലോമീറ്റർ 15 കിലോമീറ്റർ സ്പീഡിലാണ് ഇങ്ങോട്ട് വരിക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബോട്ടിൽ. കാരക്കാട് വരെ ഈ 15 പോകുന്നില്ല. കാരക്കാട് വരെ, ഷൊർണൂർ വരെ. ഷൊർണൂർ വിട്ട് ഷൊർണൂരിൽ നിന്ന് ഇപ്പോൾ നമ്മളെ കോഴിക്കോട്ട് അമ്പലമില്ലേ, അവിടെ നിന്ന് പിന്നെ നോർമൽ സ്പീഡിൽ പോകും. പക്ഷേ ഈ വെള്ളത്തോളിൻ്റെ നമ്മുടെ പയങ്കളം മുതൽ ഈ ഷൊർണൂർ വരെ ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ഈ 15 കിലോമീറ്റർ സ്പീഡിൽ ഒന്ന് ആലോചിച്ച് നോക്കും. എങ്ങനെ വണ്ടി ഓടിക്കും? അത് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ഞാനും ശരിക്കും കാര്യം മനസ്സിലായി. അതേപോലെ എല്ലാവരും പറഞ്ഞു ഇത്രയും സ്പീഡിൽ വന്നിട്ട് ഷൊർണൂരിലേക്ക് അടുക്കുമ്പോൾ അവിടെ അങ്ങോട്ട് അതാണ് അതൊക്കെ ഇപ്പം മാറും. ഇപ്പോൾ വെള്ളത്തോളിന് അങ്ങോട്ട് 4 ലൈൻ വരാൻ പോവാണ്. ഭാരതപ്പുഴയുടെ മേലെ 2 പാലം. ഇതെല്ലാം ഇപ്പോൾ ഓൾറെഡി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ലൈൻ, അതിൻ്റെ കൂടെ ഡബിൾ ലൈൻ 360 കോടി. അത്ര അത് വന്നു കഴിഞ്ഞാൽ ഷൊർണൂരിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പിന്നെ സുഖമായിട്ട് നമുക്ക് വണ്ടികൾ ഓടിക്കാം. നമുക്ക് ഗുഡ്സ് ട്രെയിനും അതുമാതിരി ഇപ്പോൾ ഗുഡ്സ് ട്രെയിൻ ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. റെയിൽവേക്കുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഗുഡ്സിന്റെ വരുമാനം വെച്ചിട്ടാണ് റെയിൽവേ മാനേജ് ചെയ്യുന്നത്. ക്രോസ് സബ്സിഡൈസേഷൻ എന്ന് പറയും.
ഈ വരുമാനം കൊണ്ടാണ് യാത്രാ വണ്ടികളുടെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ആക്ച്വലി അത് റെയിൽവേക്ക് അത്ര ലാഭമുള്ള ഒരു സംഗതിയല്ല പാസഞ്ചർ ട്രാഫിക്. ഈ ചരക്ക് നയത്തെ പറ്റി പറഞ്ഞപ്പോൾ റോറോ സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉത്തര റെയിൽവേയിലൊക്കെ ഉണ്ട്. മംഗലാപുരം വരെയൊക്കെ ഈ ചരക്ക് ലോറികളെ നമ്മുടെ കമ്പാർട്ട് കയറ്റിയിട്ട് കേരളത്തിലേക്ക് അത് ഇങ്ങോട്ട് കേരളത്തിൽ അതാണ് അതിപ്പോൾ നമ്മുടെ ഈ പാലല്ലേ റോഡോ ബ്രിഡ്ജ് അതിൽ മുട്ടും. അങ്ങനെ കുറേ ഓപ്പറേഷണൽ കൺസ്ട്രെയിൻസ് ഇവിടെ ഉണ്ട്. അത് ഭാവിയിൽ വരും. ഇപ്പോൾ കൊച്ചിയിലേക്കൊക്കെ അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, ഒരു ബൂമായിരിക്കും കേരളത്തിൽ. നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും, റോഡ് ട്രാഫിക് കുറയ്ക്കാൻ പറ്റും, സമയം കുറയ്ക്കാൻ പറ്റും. ഒരു 100 ലോറികൾ കയറ്റി റോറോ എന്ന് പറയും, റോഡ് ഓൺ റോഡ് ഓഫ്. അതൊക്കെ കൊങ്കൺ റെയിൽവേയിലൊക്കെ ഏതോ കാലത്ത് തുടങ്ങി. അതെ, ഇപ്പൊ തന്നെ വെസ്റ്റിൽ വരെ കൊണ്ടുവരാനുള്ള നടക്കുന്നുണ്ട് കാര്യങ്ങൾ. കല്ലായി അതാണ് പല സ്റ്റേഷനിലും ഈ പ്രോബ്ലംസ് ഉണ്ട്. ഈ റോഡോ ബ്രിഡ്ജ് കാരണം അതിന് ഹൈറ്റ് കൂടും, അതിന്റെ ഡയമെൻഷൻ അത് കൂടും. അപ്പോൾ അത് പ്രോബ്ലം ആയതുകൊണ്ടാണ് അത് തൽക്കാലം ഓടിക്കാത്തത്. ഭാവിയിൽ അതൊക്കെ വരും. അമാരി ഡബിൾ ടക്കർ ട്രെയിൻസ് ഉണ്ട്, അതും ഓടിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ശശിയുടെ ഇന്റർവ്യൂ യാത്ര കേൾവിക്കാർക്ക് ഒരുപാട് സന്തോഷമുള്ള കാരണം എനിക്ക് നെഗറ്റീവ് കേട്ടിട്ടേ ഷൊർണൂരിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ മങ്ങുന്ന വാർത്തകൾ ഇല്ല. ഇനി ശരിക്കും പ്രതീക്ഷിക്കാം, ധൈര്യമായിട്ട് പ്രതീക്ഷിക്കാം. ഷൊർണൂർ നല്ലൊരു ബൂമാണ് തീർച്ചയായിട്ടും. ഈ ഒരു കൊല്ലത്തിനുള്ളിൽ 2024 കഴിയുമ്പോഴേക്ക് ഷൊർണൂരിൻ്റെ മുഖച്ചായി മാറിയിരിക്കും, ഒരു സംശയവും വേണ്ട. സംശയമായി പിന്നെ അതുമാതിരി ഇപ്പോൾ യാർഡിൻ്റെ വർക്കും ഒരു എൻ്റെ കണക്കിൽ ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ അത് തീർക്കും അവർ. ഇത് സ്റ്റേഷൻ മാസ്റ്റർ അസോസിയേഷൻ തന്നെ മുന്നോട്ട് വെച്ചൊരു ഷൊർണൂരിൻ്റെ ഒരു ആവശ്യമായിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ അസോസിയേഷൻ സ്റ്റേഷൻ മാസ്റ്റർ അസോസിയേഷൻ വെച്ചിട്ടുണ്ട്. അതുമാതിരി ഇവിടുത്തെ നമ്മുടെ ജനകീയമായ സദസ്സുകളിലും പ്രതിനിധികളും എല്ലാവരും മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്. അത് വന്നാലും ഷൊർണൂർ വികസിക്കും. അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു തടസ്സമാണ് ഡബിളിംഗ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തടസ്സമാണ്. ഇനിയിപ്പോൾ നമ്മുടെ റോഡിനെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ടെക്നിക്കൽ ലാംഗ്വേജ് അതാണോ റോഡ് വണ്ടികൾ കയറ്റി വിടുന്നതിന് റോഡ് എന്താ നമ്മുടെ ഭാഷ റോഡ് എന്നാണ് പറയുക. കാരണം എന്താ അറിയോ, ഞാൻ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ സ്റ്റേഷൻ മാസ്റ്റർമാരായിട്ട് ഉണ്ടായതുകൊണ്ട് ശശിയേട്ടൻ ഉൾപ്പെടെ നമുക്ക് അങ്ങനെ ഒരു ഭാഷ നമ്മുടെ റോഡ് അതാ പറഞ്ഞ ഈ റോഡുകളൊക്കെ വളരെ ഇടുങ്ങിയ റോഡുകളാണ്. ഈ റോഡുകളൊക്കെ നീളം കൂടിയാലേ നമുക്ക് നീളമുള്ള വണ്ടികൾ ഓടിക്കാൻ പറ്റുള്ളൂ. പിറ്റ് ലൈന് വല്ല സാധ്യത ഉണ്ടോ ഷൊർണൂരിന്? പിറ്റ് ലൈൻ ഇപ്പോൾ ഓൾറെഡി നമുക്ക് പിറ്റ് ലൈൻ്റെ നമ്മൾ ഡെയിലി 2 വണ്ടിയോളം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയിൽ നമ്മുടെ LHP ഇല്ലേ, ചുവന്ന കണ്ടിട്ടില്ലേ LHP കോച്ച്, അതെല്ലാം കൊണ്ടുവരാനുള്ള സ്റ്റഡീസൊക്കെ നടക്കുന്നുണ്ട്. ഭാവിയിൽ വരുന്ന അയോജിച്ച ഇപ്പോഴുള്ള കോച്ചുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പിൻവലിക്കും. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നിർത്തി. അത് ICF മോഡൽ എന്ന് പറയും, മാറ്റും. അതൊക്കെ ഒരുവിധം റെയിൽവേ പ്രൊഡക്ഷൻ നിർത്തി. എല്ലാ LHPയും വന്ദേ ഭാരതും ആണ് ഇനി ഭാവിയിൽ. വന്ദേ ഭാരത് ഭാവിയിൽ വരാം, അതിനുള്ള സ്കോപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് ഇത്രയും സ്ഥലവും ഇത്രയും പൊട്ടൻഷ്യൽ ഏരിയ വളരെ കുറവാണ്. കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, ഭാരതപ്പുഴ ലാൻഡിന് ഒരു പ്രോബ്ലം ഇല്ല, ഏക്കർ കണക്കിന് ലാൻഡ്. അതുമാതിരി ഹ്യൂമൻ റിസോഴ്സസ് ഇതെല്ലാം ഉള്ളൊരു സ്ഥലം ഇന്ത്യയിൽ വളരെ കുറവാണ്. ലോക്കോഷനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും കുട്ടിക്കാലത്ത് അതിന് ആയിരക്കണക്കിന് കരിവണ്ടികളും. അതെ, അന്നത്തെ റെയിൽവേ കോളനിയുടെ അവസ്ഥ ഇപ്പം കണ്ടില്ലേ? എത്രയോ കുടുംബങ്ങൾ അവിടെ ജീവിച്ച സ്ഥലമാണ് അതൊക്കെ. ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരല്ലേ ഇത് തന്നെ. തീർച്ചയായിട്ടും ഒരുപാട് സിനിമ ഷൂട്ടിംഗ് കരിവരുടെ ജീവിതമൊക്കെ ജയൻ കുട്ടിക്കാലത്ത് അതിന്റെ സ്ക്രിപ്റ്റും ഇവിടുത്തെ ലൈഫ് തന്നെ ആയിരുന്നു അത്. തീർച്ചയായിട്ടും പലർക്കും അല്ല സിനിമയോട് ബന്ധപ്പെട്ടുള്ള കരിവരുടെ ജീവിതം, ചട്ടക്കാരി, ജൂലി, ഇതൊക്കെ ഈ റെയിൽവേ കോളനിയും റെയിൽവേ ജീവിതങ്ങളായിരുന്നു. ജയനും പിന്നെ ബാലകൻ നായരെ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ വേറൊരു കാര്യം യാത്രക്കാർ പറയുമ്പോൾ ഇപ്പോൾ ഈ ഷൊർണൂർ ഇപ്പോൾ യാർഡ് ഡബ്ലിംഗ് വന്നു കഴിഞ്ഞാൽ ഈ ഭാരതപ്പുഴ സ്റ്റേഷൻ നമുക്കിപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ ഇപ്പോൾ ഷൊർണൂർ ടച്ച് ചെയ്യാതെ പോകുന്ന വണ്ടികളെ അവിടെ നിർത്താൻ ഉള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകളല്ല, അതിനെക്കാട്ടും അവിടെ നിന്ന് ഒരു അപ്രോച്ച് റോഡില്ലാതെ ഒരു സ്റ്റേഷൻ തുറന്നിട്ട് ഒരു കാര്യമില്ല. വർഷങ്ങളായിട്ട് അങ്ങനെ അതാണ് ഇപ്പോഴുള്ള ഭാരതപ്പുഴ സ്റ്റേഷൻ പൂട്ടാൻ കാരണം തന്നെ അപ്രോച്ച് റോഡ് ഇല്ലാത്തതുകൊണ്ട് യാത്രക്കാരെ ഇറങ്ങി എങ്ങോട്ട് പോകും? കാരണം ഷൊർണൂർ സ്റ്റേഷനിലേക്ക് നടക്കുകയാണെന്ന് വെച്ചാൽ ഒരു 3/4 കിലോമീറ്റർ, ബൈ റോഡ് പറഞ്ഞാൽ 3-4 കിലോമീറ്റർ വേണം. ഒരു അപ്രോച്ച് റോഡൊക്കെ ഉണ്ട്
പോസിബിൾ ചെയ്യാവുന്ന ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളൊരു ചെയ്യാം പിന്നെന്താ എറണാകുളം സൗത്ത് കണ്ണൂർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഗുണം ചെയ്യും ഷൊർണൂർ സ്റ്റേഷൻ. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അതില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. കാരണം നമ്മൾ പെരുമാറി എല്ലാ വണ്ടികൾക്കും ഒറ്റപ്പാലത്തും വടക്കാഞ്ചേരി സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്, കണക്ഷൻസ് ഉണ്ട്, ആൾക്കാർക്ക് ഇറങ്ങി കയറി വരാം, ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ ഇത് വന്നാൽ നല്ലത്, വെൽ ആൻഡ് ഗുഡ്. അത് ഷൊർണൂർ തന്നെ പ്രതാപം നിലനിർത്താൻ തീർച്ചയായിട്ടും. പക്ഷേ അപ്രോച്ച് റോഡ് വേണം. ഈ റെയിൽവേന്റെ പാരലായിട്ട് റോഡ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇത് നഗരസഭ, PWD, റെയിൽവേ ഒരു കോർഡിനേഷൻ തീർച്ചയായിട്ടും ഒരു ഇച്ഛാശക്തി നടക്കുന്ന കേസുള്ളൂ. നടക്കും. കാരണം ഒരു കിലോമീറ്റർ അല്ലേ, 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. 1 കിലോമീറ്റർ റോഡ് വന്നു കഴിഞ്ഞാൽ യെസ് അത്രേ ഉള്ളൂ. ആ 1 കിലോമീറ്റർ നല്ല റോഡിന് ചെയ്യാവുന്ന കേസുള്ളൂ. ഒരു 10-20 വണ്ടികളെ കിട്ടും. അല്ലേ? അതുപോലെ നമുക്ക് ഇപ്പോൾ ട്രയാങ്കുലർ ശശിനെ പോലെ ആളെ ടെക്നിക്കലായിട്ട് അറിയുന്ന ആളുകൾ കേൾക്കാനുള്ള ട്രയാങ്കുലർ അതിനൊന്നും ഒരു ഫീസിബിലിറ്റി ഇല്ല. കാരണം അതൊക്കെ ഒരുപാട് ക്യാപിറ്റൽ, ഒരുപാട് പൈസ, ഒരുപാട് ഫണ്ട് വേണം. അതിനുള്ള റവന്യൂ ഒന്നും ഷൊർണൂർ കിട്ടില്ല. അതുകൊണ്ട് വലിയൊരു ഗുണം ഭൂമിശാസ്ത്രപരമായിട്ട് ഇനിയിപ്പോൾ അതൊന്നും അതെ കാരണം അന്നൊക്കെ 14-15 കോച്ചേ ഉള്ളൂ. ഇപ്പൊ 26 കോച്ചിലേക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി വള്ളത്തോൾ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്താൽ മതി. അവർ നമ്മുടെ ഭാരതപ്പുഴയിൽ ഷോപ്പിംഗ് കൊടുത്താൽ തന്നെ തീർക്കാവുന്ന പ്രശ്നമുള്ളൂ. അല്ല ട്രയാങ്കുലർ സ്റ്റേഷന്റെ ഒരു ആവശ്യകതയൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ 2 ഡിവിഷന്റെ ഒരു ബോർഡറാണ്. ഇപ്പോൾ ശശികരണൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ പാലക്കാട് ഈ കൊച്ചിൻ ഈ റെയിൽവേ പാലം കഴിഞ്ഞാൽ തിരുവനന്തപുരം ഡിവിഷൻ, നമ്മൾ പാലക്കാട് ഡിവിഷൻ. ഇതെങ്ങനെ കോംപ്ലിക്കേഷൻ ആണോ? ഇത് ഭാരതപ്പുഴ നല്ല കോംപ്ലിക്കേഷൻ ആണ്. കാരണം ഈ ഡിവിഷൻ തമ്മിൽ ഹാൻഡിങ് ഓവർ ടേക്കിംഗ് ഓവർ എന്ന് പറയും. അതൊരു നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയാം, ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ള കാര്യങ്ങളാണ്. കാരണം രണ്ടുപേർക്കും അവരുടെ ഓപ്പറേറ്റിംഗ് ഔട്ട്പുട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ വണ്ടികൾ ഹാൻഡ് ഓവർ ചെയ്യണം. ആ കൃത്യസമയത്ത് റൈറ്റ് ടൈം ഹാൻഡ് ഓവർ ചെയ്യലാണ് ഓപ്പറേഷണൽ ഔട്ട്പുട്ട്. ആ ഒരു ഡിവിഷൻ്റെ പെർഫോമൻസ്, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഡെക്സ് ഉണ്ടല്ലോ, അതിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഒരു വണ്ടി കറക്റ്റായിട്ട് ഇവിടുന്ന് കടത്തിവിടുക. അപ്പോൾ നമ്മൾ കടത്തിവിടാൻ നോക്കുമ്പോൾ അവരിങ്ങോട്ടും കടത്തിവിടാൻ നോക്കും. ഇതെല്ലാം ഈ സിംഗിൾ ലൈൻ ആയിട്ടുള്ള പ്രശ്നമാണ്. ഡബിൾ ലൈൻ ആയിട്ട് ഈ പ്രശ്നം വരില്ല. അത് അതിൻ്റെ പാട്ടിൽ പോയിക്കൊണ്ടിരിക്കും. അത് വലിയൊരു കോംപ്ലിക്കേഷനാണ്. അതൊക്കെ ഈ ഡബിൾ ലൈൻ വന്നാൽ അതിനൊക്കെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉള്ളൂ. ഒരു സംശയം കൂടിയുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് വലിയ റെയിൽവേ ഗേറ്റുകൾ അടയ്ക്കുന്നു തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ സാങ്കേതികപരമായിട്ട് ഇപ്പോൾ ഒരുപാട് ഓട്ടോമാറ്റിക് സിസ്റ്റം ആണെങ്കിലും നമ്മളും ഈ ഗേറ്റ് കീപ്പർ നമ്മളൊരു ആശയവിനിമയം അത് എങ്ങനെയാണ് ഇപ്പോൾ പുതിയ കാലത്ത്? അത് ഇപ്പോൾ ഉള്ള നമ്മുടെ സിസ്റ്റം സ്റ്റേഷൻ മാസ്റ്റർ ഗേറ്റ്മാൻ അറിയിക്കും, ഗേറ്റ്മാൻ ഗേറ്റ് അടയ്ക്കും. പിന്നെ എല്ലാം ഇപ്പോൾ ഒരുമാതിരി ഈ പ്രത്യേകിച്ച് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഏരിയയിലൊക്കെ എന്തായാലും എല്ലാം ഫുള്ളി സിഗ്നൽഡാണ്. പണ്ടൊക്കെ നോൺ സിഗ്നൽഡ് ഗേറ്റുകൾ ഉണ്ടായിരുന്നു. സുരക്ഷാ പ്രശ്നം. ഇപ്പോൾ സുരക്ഷാ പ്രശ്നം, ഗേറ്റിന്റെ കാര്യത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ റെയിൽവേന്റെ പോളിസിയിൽ നിന്ന് എല്ലാ ഗേറ്റും എലിമിനേറ്റ് ചെയ്യാണ്. ഗേറ്റ് ഒഴിവാക്കി ROB, ഒന്നുകിൽ റോഡ് ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ റോഡ് അണ്ടർ ബ്രിഡ്ജ്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യും. അതെ അത് 2 കൊല്ലം കൊണ്ടൊക്കെ ഒരുമാതിരി പയങ്കുളം ഗേറ്റ് ഓൾറെഡി ഇപ്പോൾ നമ്മൾ അമൃത് ഭാരതിൽ ഉദ്ഘാടനം കഴിഞ്ഞു, പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഡബിളിങ്ങിനോട് ചേർന്നിട്ട് അത് വരും, ഷുവറായിട്ട് വരും. നമ്മുടെ ചുറ്റുവട്ടമുള്ള 2 ഗേറ്റും പോകും. അതെ, പയങ്കുളം ഗേറ്റ് കുറച്ച് സ്റ്റേഷൻ മാസ്റ്റർ തലവേദന കുറയും. ഒരുപാട് സ്റ്റേഷൻ മാസ്റ്റർക്കും റെയിൽവേക്കാർക്കും മാത്രമല്ല യാത്രക്കാർ, നമ്മുടെ ലോക്കൽ ആൾക്കാർ 2 വണ്ടിയൊക്കെ പോകുന്നവരെ എത്ര നേരം അടഞ്ഞു കിടക്കും. പ്രത്യേകിച്ച് പയങ്കുളം ഗേറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഒരുപാട് പ്രോബ്ലം ഉള്ള ഗേറ്റാണ്. അവിടുത്തെ ഗേറ്റ് അടച്ചാലേ ഇവിടുന്ന് സിഗ്നൽ കൊടുക്കാൻ പറ്റുമോ? ഷൊർണൂരിൽ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ തീർത്തിട്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ വണ്ടി പോവില്ല. അത്രയും നേരം ആ ഗേറ്റ് അടഞ്ഞു കിടക്കും. ഇവിടുത്തെ സിഗ്നലിംഗ് അറേഞ്ച്മെൻറ്റ് അങ്ങനെയാണ്. ആ ഗേറ്റ് അടച്ചാലേ സിഗ്നൽ ഇടാൻ പറ്റും. സിഗ്നൽ ഇടുമ്പോഴായിരിക്കും എന്തെങ്കിലും പ്രോബ്ലംസ് വരിക. ഒരുപാട് പ്രോബ്ലംസ് വരില്ല, യാത്രക്കാരുടെ പ്രശ്നങ്ങൾ വരും, ടെക്നിക്കലായിട്ട് വരും, ഇതൊക്കെ വരും. അത്രയും നേരം ആ ഗേറ്റ് അടഞ്ഞു കിടക്കുക. അപ്പോൾ പയങ്കുളം ഗേറ്റിന് ഓവർ ബ്രിഡ്ജ് അത്യാവശ്യമാണ്. ബാക്കി ഒരു ഗേറ്റ് ഇത്ര നേരം അടഞ്ഞു കിടക്കില്ല. 3 വണ്ടികളൊക്കെ പോകുന്നവരെ അതെ, 3 വണ്ടി കൂടെ വരെ അടഞ്ഞു കിടക്കും. അതുപോലെ ഡ്യൂറേഷൻ കൂടും. ഒരു വണ്ടി പോയി കിട്ടാൻ തന്നെ ചുരുങ്ങി മിനിമം 15 മിനിറ്റ് ആവും ഷൊർണൂർക്ക് പോകാൻ. ബാക്കിയുള്ളപ്പോൾ വാടനാകുറിശി ഗേറ്റോ വല്ലപ്പോഴും ഗേറ്റ് അത്ര സമയം എടുക്കില്ല. നമുക്ക് മാക്സിമം 10 മിനിറ്റിൽ വണ്ടി പോകും. ഈ ഗേറ്റ് അങ്ങനെയല്ല, അത് ഒരുപാട് കൂടും. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ബ്രിഡ്ജ് വരേണ്ടത് പയങ്കുളം ഗേറ്റാണ്. അത് പലർക്കും അറിയില്ല ആൾക്കാർ. പക്ഷെ അവിടുത്തെ ആൾക്കാർ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അവിടെ ഉള്ളവർക്ക് അറിയാം. പക്ഷേ വേറെ റോഡ് യൂസേഴ്സിന് അതിനെപ്പറ്റി അറിയില്ല. അവർ പലരും നിറയെ കംപ്ലൈൻറ്റ് വരലുണ്ട്. അപ്പോൾ നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കും. വേറെ നമുക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ശശികരണ വിളിച്ചോളാം, കരിവണ്ടികൾ മുതൽ കറണ്ട് വണ്ടികൾ മുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഒരുപക്ഷെ സോളാറിൽ ഓടുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, അതുപോലെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒക്കെ ഒരു സാധ്യതകളിലേക്കും വളരെയാണ്. നമ്മളും ലോകത്തിനൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ സാങ്കേതികപരമായിട്ട് സ്റ്റേഷൻ മാസ്റ്റർ നമ്മളും അതിനൊത്ത് സാങ്കേതികപരമായിട്ട്
ഇപ്പോൾ വന്ദേ ഭാരത് സ്വീകരിക്കുമ്പോൾ ടെക്നിക്കലി ഒരുപാട് മാറ്റങ്ങൾ അല്ലേ? ഇതൊക്കെ എങ്ങനെ കാര്യങ്ങൾ നമുക്ക് അല്ല അതിനനുസരിച്ച് ഞങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് തരുന്നുണ്ട്, റെയിൽവേ തരുന്നുണ്ട്. ഇപ്പം നമ്മളും ഞാനെപ്പോഴും എല്ലാവരോടും പറയും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ അപ്രോച്ചും ആറ്റിറ്റ്യൂഡും മാറണം. നമ്മളെ പഴയ റെയിൽവേ സിസ്റ്റത്തിലല്ല, പുതിയ പുതിയ വണ്ടികൾ ഓടിക്കുമ്പോൾ പുതിയ പുതിയ കസ്റ്റമേഴ്സ്, പുതിയ പുതിയ ട്രെൻഡാണ്. ആ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമുക്ക് റെയിൽവേ അതിനനുസരിച്ച് ട്രെയിനിങ് തരുന്നുണ്ട്, നമ്മളെ അപ്ഗ്രേഡ് ചെയ്യും, നമ്മൾ ടെക്നിക്കലി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതോടെ നമ്മൾ മെൻ്റലി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വയം ഒന്ന് അപ്ലിഫ്റ്റ് ആവണം ഈ വക കാര്യങ്ങൾ. പ്രത്യേകിച്ച് വന്ദേ ഭാരത് പാസഞ്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇത് കൊടുത്ത് പൈസ കൊടുത്ത് പോകണം. അപ്പോൾ അവർ തീർച്ചയായും ഏത് പാസഞ്ചറായാലും അങ്ങനെ തന്നെ. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡും അപ്രോച്ചും മാറണം. റെയിൽവേയുടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ ജനറേഷനൊക്കെ വളരെ മിടുക്കന്മാരാണ്, ഈ കാര്യത്തിലൊക്കെ വളരെ പോസിറ്റീവാണ്. തീർച്ചയായിട്ടും റെയിൽവേക്ക് നല്ലൊരു ഭാവി അവരുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശശിയേട്ടനെ പോലെ ഒരാൾ സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, പുതിയ തലമുറയോടാണ് പഠിക്കുന്ന അവർ ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഞങ്ങൾക്ക് ശശിയേട്ടനെ പോലെ സ്റ്റേഷൻ മാസ്റ്റർ ആവണം, എന്താണ് അവർ ഏത് വഴി കൂടെ അവർ പഠിച്ചു വരണം? പഠിച്ച് ബേസിക് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ ജോലിയിൽ ഏറ്റവും വലിയ പിന്നെ എന്നെ സംബന്ധിച്ചോളം വൈവിധ്യങ്ങളാണ്. ഡെയിലി നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. നിങ്ങൾ ചെയ്ത ജോലിയില്ല, എന്നും പറഞ്ഞ മാതിരി നിങ്ങൾക്ക് പുതിയ പുതിയ ഒരു എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അനുഭവങ്ങൾ ഒന്നും അനുഭവങ്ങളാണ്. അതുമാതിരി ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ഒരിക്കലും കാണാത്ത ആൾക്കാരായിരിക്കും, ഇനി ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും കാണുകയില്ല, കയറിപ്പോവാണ്. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് സഹായിക്കുന്ന വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ശശിയുടെ ഷൊർണൂർ എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് കൽക്കത്ത, ഡൽഹി, മുംബൈ, ഇന്ത്യയുടെ 4 മെട്രോ നഗരങ്ങളിലേക്ക് ജോലി തേടി കയറിപ്പോയ ഒരുപാട് പേര്, പിന്നീട് വന്നിറങ്ങിയ ആളുകൾ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ നേരത്തെ യാത്രയപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇന്നത്തെ യാത്രയപ്പും ആ യാത്രയപ്പും നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ന് ദൂരെ, കാരണം നമുക്ക് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്, കോൺടാക്ട്സിന്. അങ്ങനെയല്ല, വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഷൊർണൂർ ഒരുപാട് പേര് ഭാവി തേടി പൂനെ, കൊൽക്കത്ത, ഭോപ്പാൽ അല്ലേ, ബോംബെയിലേക്കൊക്കെ ഒരുപാട് പേര് ഇവിടെ പോയി നേരെയായിട്ട് വന്നിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഈ 37 വർഷത്തെ ഔദ്യോഗിക ജീവിതം എന്താണ്, എങ്ങനെയാണ് ഏറ്റവും നല്ല ഓർമ്മകളായിട്ട് എന്തെങ്കിലും അവിസ്മരണീയമായിട്ടുണ്ടോ? മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകളുണ്ട്. ആദ്യം മുതലേ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള മറവി കുറച്ച് കൂടുതലാണ്. റീസെൻ്റ് ആയിട്ട് 2018 പ്രളയം. അന്ന് ഞാൻ തിരുനാവായ സ്റ്റേഷനിലാണ്. ആ പ്രളയത്തിൽ സമ്പർക്രാന്തി എക്സ്പ്രസ് 12218 835 പാസഞ്ചേഴ്സായിട്ട് ആ വണ്ടി അവിടെ ഹെൽഡപ്പായി. ആ വണ്ടി പിന്നെ പോയത് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. 4 ദിവസം ആ വണ്ടി ഹെൽഡപ്പായി. അപ്പോഴേക്ക് വെള്ളം കയറി. അത് മാത്രമല്ല, തിരുനാവായ സ്റ്റേഷൻ ചുറ്റും ശരിക്കും ഐസൊലേറ്റ് ആയിപ്പോയി. റെയിൽവേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പക്ഷേ ഞങ്ങൾക്ക് നമ്മളവിടുത്തെ ജനങ്ങൾ, നമ്മുടെ ഒരു കഴിവല്ല, നമ്മുടെ നല്ലൊരു ടീമും അവിടുത്തെ ജനങ്ങളും ലോക്കൽസ് ഒരുപാട് പേരുണ്ട്. അതിൽ എല്ലാവരും കൂടി ചേർന്ന് ഈ 835 ആൾക്കാർ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞു, പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ആ ട്രെയിനിലെ സ്റ്റാഫ്, അത് കോൺട്രാക്ട് സ്റ്റാഫ്, OBH സ്റ്റാഫ് എന്ന് പറയുന്നത്, AC മെക്കാനിക്ക്, അങ്ങനെ ഒരുപാട് 54 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഈ 54 പേർക്കും 4 ദിവസം 3 നേരം ഭക്ഷണം കൊടുത്തത് ആ തിരുനാവായക്കാരാണ്. അത് പല സംഘടനകളുണ്ട്, അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, എല്ലാവരും കൂടി. അതൊരു വലിയൊരു നല്ലൊരു അനുഭവം. കാരണം എനിക്ക് ആ 4 ദിവസം എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ല. കാരണം എൻ്റെ കൂടെയുള്ളതൊക്കെ പുതിയ പുതിയ സ്റ്റാഫായിരുന്നു. പക്ഷേ നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു. ഒരുപാട് പേരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. റെയിൽവേക്കും ആർക്കും ഒരു അപകടം വരാതെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. ഈ പ്രളയത്തെ പറയുമ്പോൾ കോവിഡ് കാലം എങ്ങനെയായിരുന്നു? നമ്മുടെ വണ്ടി, ട്രെയിനുകളും കുരുക്കുപാളങ്ങളൊക്കെ വിശ്രമത്തിലായ ഒരു കാലം. വിശ്രമത്തിലായിരുന്നു പറയാൻ പറ്റില്ല. കാരണം ഞാനന്ന് തിരുനാവായലാണ്. അന്നും അവിടെ വണ്ടി വന്നിരുന്നു. കാരണം അന്നൊക്കെ ഞാനൊക്കെ വന്നിട്ട് ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ വീട്ടിൽ പോകുള്ളൂ. കാരണം ബാക്കിയുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന SMs ഒക്കെ പുതിയ പിള്ളേരായിരുന്നു. അവരൊക്കെ ദൂരെ, കോട്ടയം, തിരുവനന്തപുരം അവിടെ ഉള്ളവരാണ്. അന്നൊക്കെ കംപ്ലീറ്റ് എല്ലാ ട്രാൻസ്പോർട്ടും നിന്നുപോയി. ഞാൻ അടുത്താണ്, എനിക്ക് എൻ്റെ ഒരു 15 കിലോമീറ്റർ വീട്. അപ്പോൾ ഞാൻ ഒരാഴ്ചയോളം സ്റ്റേഷനിൽ തന്നെയായിരുന്നു. കാരണം നമുക്ക് ഗുഡ്സ് വരുമായിരുന്നു. FCIൻ്റെ അരി. കാരണം തിരുനാവായിലാണ് ഇപ്പോൾ FCI. പണ്ട് കുറ്റിപ്പുറത്തുണ്ടെങ്കിൽ ഇപ്പോൾ FCI അവിടെയാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 3-4 ദിവസം നമുക്ക് ഗുഡ്സ് വരുമായിരുന്നു. അപ്പോൾ ഞാനും ഒരു 2-3 സ്റ്റാഫും ഞങ്ങൾ ആ കോവിഡ് സമയത്ത് സ്ഥിരം അവിടെ ക്യാമ്പായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത്യാവശ്യം നാട്ടുകാർ നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഭക്ഷണം എത്തിക്കാനും നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാനും നല്ലൊരു അനുഭവമായിരുന്നു അത്. സ്റ്റേഷൻ മാസ്റ്റർ, സ്റ്റേഷൻ മാനേജർ, ഇന്ന് ഷൊർണൂർ ജംഗ്ഷനെ പോലെ പ്രതാപനൂർ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ മാനേജർ പദവി 5 വർഷമായിട്ട് നമ്മൾ വഹിക്കുകയാണ്. ഇത് എന്താണ് സ്റ്റേഷൻ മാനേജറുടെ ഉത്തരവാദിത്തം? എന്താണ് സ്റ്റേഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ? സ്റ്റേഷൻ മാസ്റ്റർ തന്നെ. പക്ഷേ സ്റ്റേഷൻ മാനേജർ എന്ന് പറയുമ്പോൾ നമ്മൾ റെയിൽവേയിൽ 10-12 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ കോർഡിനേറ്റ് ചെയ്താലേ നമുക്കൊരു വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ.
ഇവരെ ഏകോപിപ്പിക്കുക. ഇവരെ ഏകോപിപ്പിച്ച് നമുക്ക് വണ്ടികൾ സുഖമായി ഓടിക്കുക. പിന്നെ പുറത്തുള്ള പ്രശ്നങ്ങൾ, ഇവിടെ ഷൊർണൂർ വലിയ വലിയ സ്റ്റേഷനാകുമ്പോൾ പുറത്തുനിന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ വരും. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കാണുക. ഇതൊക്കെ തന്നെ സ്റ്റേഷൻ മാനേജർ പ്ലാറ്റ്ഫോമുകളല്ലേ? 7 പ്ലാറ്റ്ഫോമുകൾ, അതിൻ്റെതായ പ്രശ്നങ്ങൾ, പിന്നെ പറഞ്ഞ മാതിരി ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷൻ, പിന്നെ മേലെന്നുള്ള നമ്മുടെ ഓഫീസേഴ്സിൻ്റെയൊക്കെ അപ്രോച്ച് കൺട്രോൾ റൂമിലുള്ള ഉണ്ട്. പിന്നെ ഒരുപാട് സ്റ്റാഫ്, ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് സ്റ്റാഫുണ്ട് മാനേജ് ചെയ്യാൻ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുക. നല്ല നൈറ്റ് ഡ്യൂട്ടികൾ നൈറ്റ് ഡ്യൂട്ടി 24 hours ആണ്, 24/7. ഈ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ ഏത് നേരം വരണം. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോക്കൊന്നും നടക്കില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ മിലിറ്ററിക്കാരൊക്കെ നോക്കുമ്പോൾ ഒന്നുമല്ല. അത്യാവശ്യം നമുക്ക് ലീവൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു സ്പിരിറ്റിലെടുത്താൽ ഇതൊക്കെ ഒരു പാഷൻ. സ്റ്റേഷൻ മാസ്റ്റർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ 2021 ശേഷം ആ പ്രശ്നങ്ങളൊക്കെ ഒരു ഓൾമോസ്റ്റ് സോൾവ് ആയി. ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഷൊർണൂർ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഫുൾ ആണ്. പിന്നെ ഒരുപാട് വനിതകളുണ്ട്. ഇപ്പോൾ ഷൊർണൂർ സ്റ്റേഷനിലെ 6 വനിതകളുണ്ട് സ്റ്റേഷൻ മാസ്റ്ററായിട്ട്. അവരൊക്കെ വളരെ മിടുക്കികളാണ് എല്ലാവരും. അതെ, അതിലിപ്പോൾ അങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇപ്പം സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഒന്നുമില്ല. അതൊക്കെ 2018-19 കാലഘട്ടങ്ങളിലായിരുന്നു അതിരൂക്ഷമായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നുപോയി. കാരണം ഓവർ വർക്കിംഗ്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക്. പക്ഷേ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയും ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു പാതയിലാണ് ഇപ്പോൾ റെയിൽവേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റെയിൽവേ യാത്രക്കാർ ഈ തീവണ്ടികളെല്ലാം കുതിച്ചു പായുന്നത് ശശിനെ പോലുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരുടെ ഉറക്കൊഴിച്ചുള്ള ആ കരുതലിലും ആ ഒരു ഇതിലാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ റെയിൽവേക്ക് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഒറീസയിലും ഉൾപ്പെടെ ചില അശ്രദ്ധ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നേരത്തെ ഒരു അശ്രദ്ധ മതി അത്രയേറെ ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിപ്പോവാൻ. നമുക്ക് അങ്ങനെയൊക്കെ എല്ലാ വെല്ലുവിളികളെ അല്ലെങ്കിൽ അപായങ്ങളെ നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ടോ? അപായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫെയിലിയർ ഉണ്ടെന്നല്ല, അല്ലാതെ തന്നെ അപകടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മളെ ഒരു നേരത്തെ ഒരു മിനിറ്റിൻ്റെ അശ്രദ്ധ മതി. കാരണം ഇത് ജനങ്ങളുടെ ജീവനും കൊണ്ടുള്ള ഒരു കളിയാണ്. ഞാനൊക്കെ എല്ലാവരോടും പറയും, നമ്മുടെ ജോലി ആ സമയം ആവറേജ് 8 മണിക്കൂർ. ആ 8 മണിക്കൂർ നമ്മൾ ഇവിടെ തന്നെ വേണം. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കണം. നമ്മളത് മാറിക്കഴിഞ്ഞാലാണ് ഈ പ്രോബ്ലം വരിക. അത് നമുക്ക് ആ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഉണ്ടാവും. ഇവരുടെ സിസ്റ്റം അങ്ങനെയാണ്. നിങ്ങൾ വിചാരിച്ചാൽ പെട്ടെന്ന് ഒരു അപകടം സംഭവിക്കില്ല. ഇപ്പോൾ റെയിൽവേ സിസ്റ്റം അങ്ങനെയാണ്. ഒരാൾ വിചാരിച്ചാലൊന്നും അപകടം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ശ്രദ്ധക്കുറവുകൊണ്ട്, ഒരു സ്റ്റേഷൻ മാസ്റ്റർക്ക് ശ്രദ്ധക്കുറവുകൊണ്ട് തീർച്ചയായിട്ടും അപകടം സംഭവിക്കും. പ്രധാനമായിട്ടും ഒരേ പാളത്തിലൂടെ വണ്ടികൾ വരിക, മുഖാമുഖം വരുന്നതും അതൊക്കെയാണല്ലോ പ്രധാനമായിട്ട് ഈ ട്രാക്കുകൾ തമ്മിൽ. തീർച്ചയായിട്ടും അതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നോർമൽ വർക്കിങ്ങിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരാളുടെ അശ്രദ്ധ, ഒരു സ്റ്റേഷൻ മാസ്റ്റർ അശ്രദ്ധ, ലോക്കോ പൈലറ്റിൻ്റെ അശ്രദ്ധ, അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആരെയും അശ്രദ്ധ കൊണ്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. റെയിൽവേയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിലും അധികവും ഹ്യൂമൻ ഫെയിലിയറാണ്. ഹ്യൂമൻ ഫെയിലിയർ സംഭവിക്കുന്നതാണ്. അതൊക്കെ ഈ ചെറിയ ശ്രദ്ധക്കുറവുകളൊക്കെ ആയിരിക്കാം. എന്തായാലും ഇപ്പോൾ AI വരുന്നുണ്ട്, റോബോട്ടിക്. തീർച്ചയായിട്ടും അതൊക്കെ റെയിൽവേയിൽ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും കാരണം മനുഷ്യനെ സഹായിക്കും. അതെ ആൻറ്റി കൊലീഷൻ ഡിവൈസ്. നിങ്ങൾ ഒരിക്കലും വണ്ടികൾ കൂട്ടിയിടിക്കാത്ത മാതിരത്തെ അവസ്ഥകൾ വരുന്നുണ്ട്. ട്രെയിൻ ഓട്ടോമാറ്റിക് ബ്രേക്ക് അപ്ലിക്കേഷൻ ആവും. അതെ തീർച്ചയായിട്ടും അത് എല്ലാ സിസ്റ്റത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെയിൽവേയിൽ വളരെ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശശിയേട്ടന് നമ്മളിപ്പോൾ ഏതാണ്ട് സംസാരത്തിൻ്റെ എനിക്കറിയാം പറഞ്ഞു തീരാത്ത ഒരുപാട് വിശേഷങ്ങളുണ്ട്. സഹപ്രവർത്തകരോട് സുഹൃത്തുക്കളോടൊക്കെ നമ്മളെ ഒരുപാട് ചിലപ്പോൾ മുഖറിയാത്ത അല്ലെങ്കിൽ യാത്രക്കാർ ശശിയേട്ടനെ ഒരുപാട് പേര് ചിലപ്പോൾ എന്താണ് ഈ ഒരു വൈകാരികമായ ഒരു സമയത്ത് പറയാനുള്ളത്? ഞാൻ എല്ലാവരും പറയുന്ന മാതിരി നമ്മളെ കൊണ്ടാവുന്ന ഉപകാരങ്ങൾ എല്ലാവർക്കും ചെയ്യാം. നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റും, ചെയ്യാതിരിക്കാനും പറ്റും. പക്ഷേ നിങ്ങൾ ചെയ്യുക, അതിൽ കിട്ടുന്നതാണ് ഏറ്റവും വലിയ തൃപ്തി. അല്ലാതെ റെയിൽവേയിൽ നിന്ന് കിട്ടുന്ന അവാർഡോ വേറൊരു അവാർഡല്ല. അതൊക്കെ സെക്കൻഡറിയാണ്. നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടണം വെച്ചാൽ നമ്മളെ കൊണ്ടാവുന്ന ഉപകാരങ്ങൾ. ഇന്ത്യൻ റെയിൽവേ പറയുമ്പോൾ നമ്മളാണ് അതിൻ്റെ മുഖം. തീർച്ചയായിട്ടും കാണുന്ന വ്യക്തിയല്ല. തീർച്ചയായിട്ടും നമ്മൾക്ക് ഫ്രണ്ട് ലൈൻ സ്റ്റാഫാണ്. ഒരു യാത്രക്കാരൻ ആദ്യം വരുന്നത് തീർച്ചയായിട്ടും അതിന് അവരൊരു പ്രോബ്ലം കൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. നമ്മൾ സഹായിക്കുമ്പോൾ യാത്രക്കാരൻ നന്ദി പറയുന്നത് തീർച്ചയായും റെയിൽവേയോട് റെയിൽവേ ഓർഗനൈസേഷനാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും. ആ ഒരു വ്യക്തിക്കല്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സ്വയം മാറണം. ഓരോ ജീവനക്കാരും അത് ഏത് റെയിൽവേക്കാരനായാലും ശരി. അത് യാത്രക്കാരാണല്ലോ നമ്മൾക്ക് നമ്മളവരുടെ സെർവൻ്റാണ്, പബ്ലിക് സെർവൻ്റാണ് നമ്മൾ. ആ ഒരു കൺസെപ്റ്റിൽ വേണം കാര്യങ്ങൾ കാണാൻ. എങ്കിൽ വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. വേറെ വിശ്വജീവിതത്തിലേക്ക് കിടക്കുകയാണ്. റെയിൽവേൻ്റെ 37 വർഷത്തെ ദീർഘമായ അധ്യായങ്ങളുടെ അനുഭവങ്ങളുണ്ട്.
ഈ ഓർമ്മകളൊക്കെ ഒരു പുസ്തകത്തിലേക്ക് ആക്കാൻ ആഗ്രഹമുണ്ടോ? ആക്കാൻ ആഗ്രഹം ഇല്ലായില്ല, നോക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പുസ്തകം. അതിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുണ്ട്, ഒരുപാട് രസകരമായ അനുഭവങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് ടി ഡി രാമകൃഷ്ണനൊക്കെ റെയിൽവേ അനുഭവങ്ങളാണ്, ചുവപ്പ് പച്ച. തീർച്ചയായിട്ടും അതുപോലെ ഒരുപാട് ചുവപ്പും പച്ചയും കണ്ട ആളാണ്. അപ്പോൾ അതൊക്കെ അക്ഷരങ്ങളായിട്ട് ജ്വലിക്കട്ടെ. ആ ഓർമ്മകൾ വായിക്കാൻ ആ പുസ്തകം എൻ്റെ കയ്യിൽ എനിക്ക് തേടി വരട്ടെ. അപ്പോൾ പിന്നെ ഫാമിലി, വൈഫും കുട്ടികളൊക്കെ ഒന്ന്. വൈഫ് ബീന ഒരു ഹയർ സെക്കൻഡറി ടീച്ചറാണ്, തിരൂരടുത്താണ്. മകൻ ബിടെക് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാണ്. സ്റ്റേഷൻ മാസ്റ്റർ ആവോ? അല്ല, ആരും റെയിൽവേയിലില്ല. കഴിഞ്ഞു. ഞാൻ 102 കൊല്ലത്തെ പാരമ്പര്യം ഇതോടെ കഴിഞ്ഞു. കാരണം മോള് ഇപ്പോൾ മെഡിസിൻ കഴിഞ്ഞ് ആ ഒരു ലെവലിലോട്ട് പോയി. മോനും ബിടെക് കഴിഞ്ഞ് അവനൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ലെവലിലാണ്. ആരും റെയിൽവേക്ക് ആരുമില്ല. അതൊരു സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ 102 കൊല്ലത്തെ പാരമ്പര്യം ഇതോടെ അവസാനിക്കുകയാണ്. എന്തായാലും നമ്മുടെ അച്ഛനും മുത്തശ്ശനും എൻ്റെ കുടുംബക്കാരും ഞങ്ങളെ പറയും, ഞങ്ങളുടെ ഒരു കുടുംബം വിചാരിച്ചാൽ ഒരു വണ്ടി ഓടിക്കാം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, അതിൽ എല്ലാ ഗ്രേഡും ഉണ്ട്. ഏറ്റവും ടോപ്പ് മുതൽ ഏറ്റവും താഴെ വരെയുള്ള എല്ലാ കാറ്റഗറിയും അതിൽ പെടും. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ ഒരു നെടുന്തൂണാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫാമിലി ഒരു നെടുന്തൂണ്. അതെ. അപ്പോൾ ഞങ്ങൾക്ക് 31 നാളെ 30-ാം തീയതി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. 31 ഔദ്യോഗികമായിട്ട് ഇവിടെ പറയും. പാലക്കാട് ഡിവിഷൻ ആസ്ഥാനത്താണല്ലോ അല്ലേ? തീർച്ചയായിട്ടും അവിടെ വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളുടെ കൂടി എല്ലാവിധ ആശംസയും. ഒപ്പം തന്നെ ശശിയേട്ടന് വിശ്വജീവിതത്തിൽ കിടക്കുകയാണെങ്കിലും ഇനി ഒരുപാട് ഈ ഓർമ്മകളൊക്കെ പക്ഷേ എഴുതാനും ഓർക്കാനൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. സന്തോഷകരമായ ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇനിയും ശശിയേട്ടൻ്റെ അനുഭവങ്ങളും അറിവുകളും വിലപ്പെട്ടതാണ്. കാരണം അതൊരു അസാധാരണമായ അനുഭവമാണ്. അത് ഒരുപാട് അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. എന്തായാലും വിശ്രമജീവിതത്തിലും റെയിൽവേയിലെയും യാത്രക്കാരെയൊക്കെ ഓർത്തുകൊണ്ടുള്ള ഓർമ്മകളിൽ സജീവമാവട്ടെ. എല്ലാവിധ ആശംസകളും. ശശിയേട്ടന് എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട്? എന്താ അതിൻ്റെ സന്തോഷം. അല്ല, ഒരുപാട് എൻ്റെ ഒരു കഴിവുകൊണ്ടൊന്നല്ല, ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരാൻ പറ്റിയത്. വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ 37 അനുഭവിക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എല്ലാവരോടും നന്ദി മാത്രമേ പറയാം. ഒരുപാട് പേരോട് നന്ദി ആരോട് ഞാൻ ചെല്ലുന്നുണ്ട്. എല്ലാവരോടും നന്ദി, സ്നേഹം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത് തന്നെ ശശിയേട്ടൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനകത്തെ ഈ ഒരു റൂമിലാണ്. തീവണ്ടികൾ ഓടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്പന്ദനാണ്. കാരണം റെയിൽവേ സംഗീതം പോലെയാണ് അല്ലേ? ഒരു അസ്വാരസ്യമല്ല. ഒരിക്കലല്ല. കാരണം ദിവസവും ട്രെയിനുകൾ പോയില്ലെങ്കിലാണ് നമുക്ക്. അതെ, തീർച്ചയായിട്ടും ഈ സൗണ്ട് കേട്ടില്ലെങ്കിലാണ്. അപ്പോൾ എന്തായാലും ഇനിയും ശശിയുടെ ജീവിതത്തിൽ ട്രെയിനിൻ്റെ ശബ്ദം മുഴങ്ങട്ടെ. സന്തോഷം. എല്ലാവിധ നന്ദി, നമസ്കാരം.